ശിഷ്യൻ PG മനു തൂങ്ങിയൊടുങ്ങി ഇപ്പോഴിതാ ആളൂരും. ഹൈക്കോടതി സീനിയർ അഭിഭാഷകനും മുൻ ഗവൺമെന്റ് പ്ലീഡറുമായിരുന്ന അഡ്വക്കേറ്റ് PG മനുവിനെ കഴിഞ്ഞ ഏപ്രിലിൽ കൊല്ലം ആനന്ദവല്ലീശ്വരത്തുള്ള വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയപ്പോൾ ഇന്നിതാ ആശാനായ BA ആളൂർ ലിസി ഹോസ്പിറ്റലിൽ അന്തരിച്ചു. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ ട്രയൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പിനായിട്ടായിരുന്നത്രേ കൊല്ലം ആനന്ദവല്ലീശ്വരത്ത് ഒരു വാടക വീട് എടുത്തിട്ടിരുന്നത്. മനു കാലുപിടിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടുകൂടിയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നും ആ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ കർശന നിയമ നടപടിയെടുക്കുമെന്നും പറഞ്ഞ് ആളൂർ രംഗത്തെത്തിയിരുന്നു. ആ വാർത്തയുടെ കമന്റിന്റെ അടിയിൽ അന്ന് ആയിരക്കണക്കിന് ആളുകൾ കമന്റ് ഇട്ടത് ഇപ്രകാരമായിരുന്നു: ആളൂരെ, തൻ്റെ അന്ത്യവും ഇതിലും കഷ്ടമായിരിക്കും എന്ന്. ഇതേതാണ്ട് അറം പറ്റിയ പോലെയായി. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതിഭാഗം വക്കീലായിരുന്നു ആളൂരും PG മനുവും. ഭൂമിയിലെ കോടതികളിൽ കൊടും ക്രിമിനലുകൾക്ക് വേണ്ടി വാദിച്ച ക്രിമിനൽ അഭിഭാഷകൻ BA ആളൂർ എന്ന ആളൂർ വീട്ടിൽ ബിജു ആന്റണിയെ ദൈവം വിളിച്ചു. 53 വയസ്സേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. വക്കീലായപ്പോൾ പേരിനൊരു ഗുമ്പ് കിട്ടാനായിരുന്നു ബിജു ആന്റണി തൻ്റെ പേര് BA ആളൂർ എന്നാക്കി മാറ്റിയത്. പൂനെയിൽ നിന്നായിരുന്നു ആളൂർ നിയമബിരുദം നേടുന്നത്. 1999 അഭിഭാഷകനായി എൻറോൾ ചെയ്തത്. തുടർന്ന് കേരളത്തിലെ വിവിധ കോടതികളിലും പ്രാക്ടീസ് ചെയ്തു. തൃശൂർ സ്വദേശിയാണ് ബിജു ആന്റണി ആളൂർ എന്ന BA ആളൂർ. പൂനെയിലും എറണാകുളത്തും ഒക്കെ വീടുകളുള്ള അവിവാഹിതനായ ആളൂർ തൃശൂർ എരുമപ്പെട്ടിയിൽ സഹോദരങ്ങൾക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇടവകപ്പള്ളിയിലെ ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നതിനായി എരുമപ്പെട്ടി പതിയാരത്തെ വീട്ടിലെത്തിയിരുന്നു. ആഘോഷത്തിനിടെ ശ്വാസതടസ്സം നേരിട്ട് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായി. തുടർന്ന് ചൊവ്വാഴ്ച രാത്രിയിൽ എറണാകുളം ലിസി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 11:30 അദ്ദേഹം മരിച്ചു. കഴിഞ്ഞ 2 വർഷമായി അദ്ദേഹം വൃക്കരോഗത്തിന് ചികിത്സയിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇന്നലെ രാത്രിയോടെ രോഗം മൂർച്ഛിക്കുകയായിരുന്നത്രേ. പിതാവ് പരേതനായ അന്തോണി, മാതാവ് പരേതയായ റോസി, 5 സഹോദരങ്ങൾ: ജോയി, ബൈജു, ഷൈജൻ, ലിജി, പരേതനായ ജോസ്. കോളിളക്കം സൃഷ്ടിച്ച കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി വാദിച്ചാണ് ബിജു ആന്റണി എന്ന ആളൂർ മാധ്യമശ്രദ്ധ നേടിയത്. 2011 ഫെബ്രുവരി 1 പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന 23-കാരിയായ സൗമ്യയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരായതോടെയാണ് ആളൂർ വാർത്തകളിൽ ഇടം നേടിയത്. തുടർന്ന് കേരളത്തിൽ നടന്ന പല പ്രമാദമായ കേസുകളിലും ആളൂർ പ്രതിഭാഗം വക്കീലായി. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനി ജിഷയുടെ കൊലപാതകത്തിൽ പ്രതി അമീറുൽ ഇസ്ലാമിന് വേണ്ടിയും ആളൂർ ഹാജരായിരുന്നു. കൂടത്തായി കേസിൽ ജോളിക്ക് വേണ്ടിയും ഇലന്തൂർ നരബലി കേസിൽ പ്രതികൾക്ക് വേണ്ടിയും ആളൂർ ഹാജരായി. കേരളത്തിൽ ചാവേർ ആക്രമണം നടത്തുവാൻ പദ്ധതിയിട്ട റിയാസ് അബൂബക്കറിന് വേണ്ടിയും കൊട്ടാരക്കര ജനറൽ ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസ് കേസിലെ പ്രതി സന്ദീപിന് വേണ്ടിയും LR രാമകൃഷ്ണനെ അപമാനിച്ച കൂത്തച്ചി സത്യഭാമയ്ക്ക് വേണ്ടിയും ആളൂർ ഹാജരായി. നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ പൾസർ സുനിയുടെ കേസ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞും ആളൂർ ചെന്നിരുന്നു. ഇതുപോലെ കുപ്രസിദ്ധി കിട്ടുവാൻ സാധ്യതയുള്ള സകലയിടത്തും ആളൂർ വലിഞ്ഞു കയറി ചെന്ന് കേസുകൾ പിടിച്ചു. ചില സന്ദർഭങ്ങളിൽ കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കരുതെന്ന് പോലും ആളൂരിനെ കോടതി ശാസിക്കുകയുണ്ടായി. എന്നാൽ ആളൂരിന് ഇത്തരം കേസുകൾ തോട്ടുകെട്ടിപ്പിടിക്കുവാൻ അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണമുണ്ട്. ഞാൻ ഒരു അഭിഭാഷകനായിരിക്കുന്നിടത്തോളം കാലം പ്രതികളാണ് അഡ്വക്കേറ്റ് BA ആളൂരിനെ സമീപിക്കുന്നത്. അവർക്കാണ് നീതി നൽകേണ്ടത്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള ഒറ്റ കേസിലും സെന്റിമെന്റ്സ് ഇല്ല. ഞാൻ ഇന്നേ വരെ ഏത് വ്യക്തിയുടെ കേസെടുത്താലും യാതൊരു കാരണവശാലും ഒരാളെയും ഭയക്കുന്നില്ല. അങ്ങനെ ഭയന്നിട്ടാണെങ്കിൽ ഈ വക്കീൽ പണി എനിക്ക് നിർത്തേണ്ടി വരും. ഏത് വ്യക്തി എന്നെ സമീപിക്കുന്നു അവർക്ക് വേണ്ടി കറുത്ത കുപ്പായം അണിയുക, പ്രതിയോട് ചേർന്നുകൊണ്ട് പ്രതിഭാഗത്തോട് ചേർന്നുകൊണ്ട് ആ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കുകയും പ്രതിക്ക് നീതി നടപ്പാക്കുകയും വേട്ടക്കാരനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്നത്. ബംഗളൂരുവിൽ ബിസിനസ് നടത്തിയിരുന്ന ഫോർട്ട് കൊച്ചി സ്വദേശിനി സാമ്പത്തിക തട്ടിപ്പ് കേസിൽപ്പെട്ട് നിയമസഹായം തേടിയെത്തിയപ്പോൾ യുവതിയെ ലൈംഗികമായി ഉപദ്രവിക്കുവാൻ ശ്രമിച്ചു എന്ന പരാതിയിന്മേൽ എറണാകുളം സെൻട്രൽ പോലീസ് IPC 354 വകുപ്പ് പ്രകാരം ആളൂരിനെതിരെ കേസെടുത്തിരുന്നു. മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ആളൂരിന് ഒരുപോലെയായിരുന്നു എന്നും കക്ഷികൾക്ക് വേണ്ടി ഏത് കോടതിയിൽ പോലും അദ്ദേഹം ഒറ്റയ്ക്ക് വാദിക്കുമായിരുന്നു. പല ഭാഷകളിലും അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ടായിരുന്നു. അദ്ദേഹം ധൈര്യശാലിയായ ഒരു ക്രിമിനൽ വക്കീലായിരുന്നു എന്ന് ഒരു വിഭാഗം വക്കീലന്മാർ പറയുമ്പോൾ ലീഗൽ ഫെറ്റേണിറ്റിയിൽ ഇദ്ദേഹത്തെ ഒരു ബഫൂണായിട്ടാണത്രേ മറ്റൊരു വിഭാഗം കാണുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.